നമ്മളൊരു മുറിവ് ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ അതിലിങ്ങനെ തൊട്ടുകൊണ്ടിരുന്നാൽ, എപ്പോഴും നമ്മളിങ്ങനെ ചൊറിഞ്ഞുകൊണ്ടിരുന്നാൽ, മുറിവ് ഇങ്ങനെ ഉണങ്ങി വരുമ്പോൾ നമ്മളിങ്ങനെ ചൊറിഞ്ഞുകൊണ്ടിരിക്കും. ഇങ്ങനെ ചൊറിഞ്ഞുകൊണ്ടിരുന്നാൽ ഇത് ഉണങ്ങില്ല. ഇതൊന്ന് വീണ്ടും ചോര പൊടിയുകയും ആ മുറിവ് ഇങ്ങനെ ഉണങ്ങാതിരിക്കുകയും ചെയ്യുന്നു. അതുപോലെയാണ് നമ്മുടെ ഉള്ളിലുള്ള ഈ ചിന്തകൾ, നമ്മളെ ഈ സങ്കടപ്പെടുത്തുന്ന ഓർമ്മകൾ, നമ്മൾ ഓരോ ചെയ്ത കാര്യങ്ങൾ ആലോചിച്ച് ഇങ്ങനെ ചിന്തിച്ചിരിക്കുന്നത്, അത് നെഗറ്റീവ് ചിന്തകൾ, അതുപോലെ തന്നെ നെഗറ്റീവ് സെൽഫ് ടോക്കുകളൊക്കെ നമ്മളിങ്ങനെ ഉള്ളിൽ പറയുന്നത്, ഇതൊക്കെ നമ്മളിങ്ങനെ നിരന്തരമായി നമ്മളിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്നാൽ, നമ്മൾ ആലോചിച്ചുകൊണ്ടിരുന്നാൽ നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ മോശമായ ചിന്തകൾ നിറയുന്നത് കാരണം നമ്മുടെ ശരീരം കേടുവരികയാണ് ചെയ്യുന്നത്. ഒരിക്കലും നമ്മുടെ മനസ്സിലെ മുറിവ് ഉണങ്ങാതെ അങ്ങനെ കിടക്കും. അപ്പൊ നമ്മുടെ മുറിവിനെ ഉണക്കാനായി നമ്മൾ ഇതിൽ നിന്ന്, നമ്മുടെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ ചിന്തിക്കുന്ന രീതി, നമ്മൾ ഇങ്ങനെയുള്ള മോശം ചിന്തകളെ നമ്മുടെ ഉള്ളിൽ നിന്ന് മാറ്റുക. അതിനായിട്ട് നമുക്ക് ധ്യാനം ശീലിക്കാം.